AD 52 പ്രകാശത്തിൻ്റെ മാർഗദൂതുമായി റോമാ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് മൈലുകളും ദേശങ്ങളും താണ്ടി ഭാരതത്തിലേക്ക് അവൻ വന്നു. തിരിച്ചറിവിൻ്റെ മാത്രയിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ശിഷ്യനായ തോമസ് അപ്പസ്തോലൻ. പുരാതന ഗ്രന്ഥമായ അകനാനൂറിൽ പറയുന്നത് പോലെ ചേരന്റെ പെരിയാറിലെ വെള്ളത്തിൽ വെണ്ണുരകൾ ഇളകുമാറ് ചേലാർന്ന യവനക്കപ്പലുകൾ പൊന്നുമായി വന്ന് കുരുമുളകുമായി പോകുന്ന സമ്പന്നമായ മുച്ചിരി നഗരമാണ് മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമാശ്ലീഹ കപ്പലിറങ്ങിയത്. ചരിത്രത്തിൽ തോമാശ്ലീഹയുടെ ഭാരതത്തിലേക്കുള്ള രണ്ടാം വരവായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. തോമാ നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ ശ്ലീഹ AD 44-നും 60-നും ഇടയ്ക്ക് വടക്കേ ഇന്ത്യ ഉൾപ്പെട്ടിരുന്ന പാർത്തിയൻ സാമ്രാജ്യത്തിൽ വരികയും പ്രേഷിത പ്രവർത്തനം നടത്തുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെത്തിയ ശ്ലീഹ യേശുവിനെപ്പറ്റിയും അവിടുത്തെ പ്രബോധനങ്ങളെപ്പറ്റിയും പ്രസംഗിക്കാൻ തുടങ്ങി. ഇതിൽ ആകൃഷ്ടരായവരെ സ്നാനം നൽകി ക്രിസ്തു ശിഷ്യരാക്കി. അങ്ങനെ മാർഗത്തിൽ ചേർന്നവർ 7 സ്ഥലങ്ങളിലായിരുന്നു. അവ കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നിവയാണ്. AD 72 20 വർഷത്തെ തന്റെ പ്രേഷിത ദൗത്യത്തിനൊടുവിൽ തോമാശ്ലീഹ ചേര രാജ്യത്തിലെ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. ആ മരണത്തിന്റെ ഓർമ്മ ജൂലൈ 3 ദുഃഖറാന, അതായത് ഓർമ്മ ദിനമായി സഭയിൽ ആചരിക്കപ്പെടുന്നു.